ഇനി അടുത്തതായിക്കൊണ്ട് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മക്കയിലുള്ള മുശ്രിക്കുകളുടെ, ഇസ്ലാമിന്റെ എതിരാളികളുടെ സ്വഭാവത്തെ കുറിച്ചാണ്. ഇസ്ലാമിന്റെ ആളുകൾ അങ്ങോട്ട് എത്ര തന്നെ സ്നേഹം കാണിച്ചാലും ശരി, എത്ര തന്നെ അടുപ്പം കാണിച്ചാലും ശരി, ഇസ്ലാമിന്റെ എതിരാളികളുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും, അവരുടെ സ്വഭാവം എന്തായിരിക്കും? നിങ്ങളുടെ മേൽ അധികാരം നേടിയാൽ, നിങ്ങളുടെ മേൽ ശക്തി നേടിയാൽ അവരുടെ സ്വഭാവം തനി നിറം എന്തായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുകയാണ്. അല്ലാഹു പറയാണ്, ഈ യസ്ഖഫൂക്കും, അവർ നിങ്ങളെ പിടികൂടിയാൽ, അവർ നിങ്ങളെ കീഴ്പ്പെടുത്തിയാൽ, നിങ്ങളുടെ മേൽ അവർക്ക് അധികാരമുണ്ടായാൽ, ഈ യസ്ഖഫൂക്കും, നിങ്ങൾ അവർ പിടികൂടിയാൽ, യകൂനൂ ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മേൽ അവരായി മാറും. എങ്ങനെ? അഅദാഅൻ, ശത്രുക്കളായിട്ട് മാറും. തികഞ്ഞ ശത്രുതയുള്ള ഒരു സ്നേഹബന്ധം പോലും കാണിക്കാത്ത, ഒരു ഔദാര്യം പോലും കാണിക്കാത്ത, ദാക്ഷിണ്യം പോലും കാണിക്കാത്ത തികഞ്ഞ ശത്രുക്കളായിക്കൊണ്ട് നിങ്ങളുടെ എതിരാളികൾ അവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. നിങ്ങൾ കത്തെഴുതാൻ, നിങ്ങൾക്ക് അവരുമായി കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. മറിച്ച് അവർ എതിരാളികൾ, ശത്രുക്കൾ എന്നും ശത്രുക്കൾ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവരുമായി കൊണ്ട് ആത്മബന്ധം ഉണ്ടാക്കുവാൻ പാടില്ല എന്ന് അല്ലാഹു പറയാണ്. വയബ്സുത്തുഇലൈക്കും, നിങ്ങളിലേക്ക് അവർ നീട്ടുകയും ചെയ്യും, നിങ്ങളിലേക്ക് അവർ തുറന്നു വെക്കും, നീട്ടിവെക്കും. എന്താണ്? ഐദിയഹും, അവരുടെ കൈകൾ കൊണ്ട്, അവരുടെ കൈകളെ കൊണ്ട് നിങ്ങളെ അവർ പീഡിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. വഅൽസിനതഹും, അവരുടെ നാവ് കൊണ്ട് നിങ്ങളെ പരിഹസിക്കും, നിങ്ങളെ കുറ്റപ്പെടുത്തും, വിമർശിക്കുകയോ ചെയ്യും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നേരിടാൻ പോകുന്ന എതിരാളികളിൽ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്ന, അവർ നിങ്ങളുടെ മേൽ അധികാരം നേടിയാൽ, ശക്തി നേടിയാൽ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതാണ് അവരുടെ സ്വഭാവം, അവരുടെ തനി നിറം ഇങ്ങനെയാണ് എന്ന് അല്ലാഹു വ്യക്തമാക്കുകയാണ്. ബിസ്സൂഇ, അതും തിന്മ കൊണ്ടാണ് ചെയ്യുക. അവരുടെ കൈകൾ പ്രവർത്തിക്കുക, നാവ് പ്രവർത്തിക്കുക തിന്മ കൊണ്ടായിരിക്കും. നിങ്ങളെ തിന്മ കൊണ്ടാണ് അവര് നേരിടുക. എന്നിട്ട് മാത്രമല്ല, അവർ ആഗ്രഹിക്കുന്നു, ലൗ തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായിരുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങളെ കുറിച്ച് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ എത്ര തന്നെ ആത്മബന്ധം കാണിച്ചാലും ശരി, സ്നേഹം കാണിച്ചാലും ശരി, എതിരാളികൾ, ശത്രുക്കൾ അവർ അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കെതിരെ ശക്തമായിക്കൊണ്ട് പ്രവർത്തിക്കുകയും നിങ്ങൾക്കെതിരെ തിന്മകൾ ചെയ്യുന്നവരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരും ഉപദ്രവിക്കുന്നവരുമായി കൊണ്ട് അവർ മാറുകയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എതിരാളികളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ഇനി അടുത്ത് പറയുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, നിങ്ങളുടെ പരസ്പരമുള്ള ആത്മബന്ധങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങളുടെ വിശ്വാസപരമായ, ആദർശപരമായ പരസ്പരമുള്ള ബന്ധവും നിങ്ങളുടെ വിശ്വാസവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ലൻ തൻഫഅകും, നിങ്ങൾക്കൊരിക്കലും ഉപകരിക്കുകയില്ല, ഉപകാരപ്പെടുകയില്ല. അർഹാമുക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. നിങ്ങൾ ഒരുപാട് വലുതെന്ന് കരുതുന്ന, ഒരുപാട് പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല. വല ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്തതികൾ, സന്താന പരമ്പരകൾ, അത് നിങ്ങൾക്കൊരിക്കലും അത് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. മാത്രമല്ല, യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, അവസാന നാളിൽ, യഫ്സിലു ബൈനക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ വേർതിരിച്ചുകൊണ്ട് ഇത് നന്മയുടെ ആളുകളാണ്, ഹിസ്ബുല്ല ഇത് അല്ലാഹുവിന്റെ ആളുകളാണ്, ഹിസ്ബു ശൈത്താൻ അവർ പിശാചിന്റെ ആളുകളാണ് എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു സൂക്ഷ്മമായി കൊണ്ട് കാണുന്നവനാണ്, നോക്കിക്കാണുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. സൂറത്തുൽ അബസയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ, അന്ന് മനുഷ്യന്മാർ, അന്ത്യനാളില് മനുഷ്യന്മാർ അവരുടെ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, ഭാര്യമാരിൽ നിന്നെല്ലാം അവർ ഓടിയകന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കായിക്കൊണ്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ വരുന്ന ദിവസത്തിൽ ഒരിക്കലും നിങ്ങളുടെ ബന്ധങ്ങളോ നിങ്ങളുടെ സ്നേഹബന്ധങ്ങളോ
നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളോ നിങ്ങളുടെ സൗഹൃദങ്ങളോ ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. അവിടെ ഉപകാരപ്പെടുക അള്ളാഹുവുമായിട്ടുള്ള ബന്ധമായിരിക്കും, ആദർശബന്ധമായിരിക്കും, അള്ളാഹുവിന്റെ വിശ്വാസമായിരിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള വിശ്വാസമായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അവസാന 2 ആയത്തുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇത്രയുമാണ് ഇന്നത്തെ ഭാഗത്ത് പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.